ഡിയർ സ്റ്റുഡൻസ്, NIOS SSLC +2 എക്സാമിനേഷൻ ഫീ എങ്ങനെ പേ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. വിന്നീസ് അക്കാഡമിയുടെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഹോം പേജ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഹോം പേജിലോട്ട് എൻ്റർ ആവാം. താഴോട്ട് സ്ക്രോൾ ചെയ്ത് എക്സാം ഫീ പേ ഓൺലൈൻ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും ഓപ്പൺ ആയിരിക്കുക. ഇവിടെ നിങ്ങളുടെ 12 ഡിജിറ്റ് എൻറോൾമെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുക. ഏതൊക്കെ എക്സാമിനേഷനാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്, എഴുതാൻ ഉദ്ദേശിക്കുന്നത്, അതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സബ്ജക്റ്റുകൾ ക്ലിക്ക് ചെയ്ത് താഴെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ നെയിം, എൻറോൾമെൻറ്റ് നമ്പർ, മറ്റു ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കാണും. താഴെ നിങ്ങളുടെ സബ്ജക്റ്റുകളും കാണാം. ഓക്കെ, എന്നിട്ട് എത്രയാണോ ക്യാഷ് എന്നുള്ളത്, ഇത് SSLC സ്റ്റുഡൻസിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇവിടെ 1800 രൂപ, 70 ഓൺലൈൻ ചാർജ്, 1870 ടോട്ടലി വരുന്നത്. ഇവിടെ താഴെ ഒരു ഗേറ്റ് വേ സെലക്ട് ചെയ്യാനാണ്. ഞാൻ UBI സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് താഴെ മേക്ക് പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം UPI എന്നുള്ള ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ പേയിലോട്ട് വരും. എന്നിട്ട് ഇവിടെ പേയ്മെൻറ്റിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നേരെ അത് സക്സസ് ആവും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി. അത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലോട്ട് വന്ന് അത് സക്സസ്ഫുള്ളി എന്നുള്ളത് കാണിക്കും, ഇവിടെ കാണിക്കും. ഓക്കെ, എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ നമുക്കത് പേ ആയിട്ടുണ്ടോ എന്നുള്ളത് ഇതുപോലെ തന്നെ ഞാൻ കാണിച്ചതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിക് പേജ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് താഴെ എക്സാം ഫീ പേയ്മെൻറ്റ് എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 12 എൻറോൾമെൻറ്റ് നമ്പർ സബ്മിറ്റ് ചെയ്യാം. അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് എക്സാം ഫീ പെയ്ഡ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് ആ സബ്ജക്റ്റുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെയ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഈ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻസൊക്കെ കൃത്യമായിട്ട് വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നേരെ ഗൂഗിൾ പേയിലോട്ട് പോയിട്ട് അവിടെ നമ്മുടെ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സ്റ്റുഡൻസ് നമ്മുടെ ചെയ്തതിൻ്റെ ശേഷം നിങ്ങളുടെ ഈ സ്ക്രീൻഷോട്ട് പേഴ്സണലി എനിക്ക് അറിയിച്ച് തരിക. ഓക്കെ, താങ്ക് യു.